വിലയിരുത്താൻ സമയമായില്ലല്ലോ. സ്ഥാനാർത്ഥി നിർണയം ആയില്ല. ഇപ്പോൾ കോൺഗ്രസിന്റെ ഒറ്റ ആളിനെ നമുക്കറിയാൻ പാടില്ല ആരാണെന്ന്. സ്ഥാനാർത്ഥി നിർണയം എല്ലാം കൂടെ വരുമ്പോഴല്ലേ ഒരു അഭിപ്രായം പറയാനൊക്കെ ഉള്ളൂ. പിന്നെ അതിനെല്ലാം ഉപരി ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തിട്ട് പോലുമില്ല. അപ്പം എല്ലാവരും ഇങ്ങനെ പ്രചരണം ചിലതെല്ലാം നടത്തുന്നു എന്നുള്ളതല്ലാതെ നമുക്കൊരു ഇലക്ഷന്റെ ഒരു പിക്ചർ നമുക്ക് കിട്ടിയിട്ടില്ല. ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യട്ടെ, സ്ഥാനാർത്ഥികളെല്ലാം നിൽക്കട്ടെ, പ്രവർത്തനം കുറച്ച് കാണട്ടെ, എന്നിട്ട് നമുക്ക് അഭിപ്രായം പറയാം. നിങ്ങൾ എന്നെ PC ജോർജിനായിട്ട് കൊത്താനാണോ? അപ്രസക്തന് പ്രസക്തനാക്കാനാണോ നിങ്ങൾ നോക്കണത്? ഒറ്റ കാര്യം നിങ്ങൾ ആലോചിച്ചാൽ മതി. എനിക്ക് കേരള മുഖ്യമന്ത്രിയാണെന്ന് എനിക്ക് തോന്നൽ വന്നാൽ എന്നോട് സ്നേഹം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? എന്നെ ഊളംപാറ അഡ്മിറ്റ് ചെയ്യണം. എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ. സ്നേഹം ഇല്ലെങ്കിൽ എന്നെ പ്രോത്സാഹിപ്പിക്കണം. പോയി വീണോളൂ. അത്ര ഇനി മറുപടി പറയാൻ എനിക്കുണ്ട്. ഓരോരുത്തർക്ക് അർഹതപ്പെട്ടിട്ടുണ്ട്, അർഹതപ്പെടാത്തതുണ്ട്. ചുമ്മാ ഇരുന്ന് തവള വീർക്കണ പോലെ ആരും വീർത്തിട്ട് കാര്യമില്ല. വീർത്ത വയറ് പൊട്ടണമല്ലാതെ ഒരു റിസൾട്ടും ഉണ്ടാകില്ല. അതുപോട്ടെ, അയാളെ വിട്ടേരി. അയാളെ വാർത്തയാക്കി ഇങ്ങനെ കൊണ്ടു നടക്കണമെന്ന് നിങ്ങൾ തന്നെ തെറ്റാണ്. ഇതോ എനിക്കാണ്, എന്നോടാ അല്ല ഉണ്ടല്ലേ. ഞങ്ങൾ എന്റെ ജാതിനെ കയറി തെണ്ടി എന്ന് വിളിച്ചില്ലേ? ഈഴോ ജാതി എന്ന് പറഞ്ഞ തെണ്ടികളാണെന്ന് അയാൾ വിളിച്ചില്ലേ? ഒരു കാര്യമില്ലാതെ വെച്ച് കൊല്ലത്ത് വന്ന് ഞങ്ങളുടെ കോളേജിൽ നേഴ്സിംഗ്മാരുടെ അഭിസംബോധന വെച്ച് സമരം ഉണ്ടാക്കില്ലേ? ഇതൊക്കെ എന്തിനാണ്? അത് പുള്ളിയോട് തന്നെ ചോദിക്കണം. പുള്ളിക്ക് ഒരു പാട്ടിലും നിന്നില്ല. മാണി സാറിന് എന്ത് മാത്രം ചീത്ത പറഞ്ഞിട്ടുണ്ട്? എന്താ മാണി സാറ് ഇദ്ദേഹത്തിന് ആളാക്കിയ ആ സ്വന്തം കേരള കോൺഗ്രസിലെ മാണി സാറിന് എന്തുമാത്രം ചീത്ത പറഞ്ഞിട്ടുണ്ട്? അത് പുള്ളിയുടെ ശൈലിയാണ്. പിന്നെ എല്ലാവരോടും ചീത്ത പറഞ്ഞിട്ടും ആരും തിരിച്ചു പറഞ്ഞിട്ടില്ല. പിന്നെ ഞങ്ങളോടൊക്കെ ചീത്ത പറഞ്ഞപ്പോ അല്പം ചീത്ത ഞങ്ങളുമൊക്കെ വീട്ടിൽ ചെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കാലം കഴിയുമ്പോൾ അവർ മനസ്സിലാക്കിക്കൊള്ളും. കാലം കഴിയുമ്പോൾ ഓരോരുത്തർക്കും അവർ മനസ്സിലാക്കിക്കൊള്ളും. BJPയിൽ ചെന്നാൽ ഇദ്ദേഹം ഭാരമാണോ അല്ല എന്ന് അല്പം കാലം കഴിയുമ്പോൾ അവർ മനസ്സിലാക്കിക്കൊള്ളും. അത് നിന്നാ അറിയാമായിരുന്നില്ല. എന്നാ സ്വാധീനമാണ്. വാസ്തവത്തിൽ എന്റെ വ്യക്തിപരമായ അഭിപ്രായം അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കണമായിരുന്നു. ഇത്രയും സ്വാധീനമുള്ള ഒരാള് ജയിക്കും എന്നൊക്കെ വരെ പറഞ്ഞില്ലേ? ഇങ്ങനെയെല്ലാം ഉണ്ടയില്ലാത്ത വെടിയടിക്കുന്നതിന് വാസ്തവമല്ല. ഉടനെ അവരിവിടെ സ്ഥാനം കൊടുത്ത ആളിന് ഒന്ന് നിർത്തി അദ്ദേഹത്തിന്റെ ശക്തി ഒന്ന് പരീക്ഷിക്കേണ്ടതായിരുന്നു. അത് തെറ്റായിപ്പോയി. അതോടുകൂടി ഈ എല്ലാ പക്ഷവും തീർന്നിട്ടാണല്ലോ ഇപ്പോ BJP ചെന്ന് ലയിച്ചത്. ആർക്കും വേണ്ട, കോൺഗ്രസിന് വേണ്ട, കമ്മ്യൂണിസ്റ്റിന് വേണ്ട, BJPക്കും വേണ്ട. അവസാനം ജനപക്ഷം ഇന്ന് ലയിച്ചുപോയി.